വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ്. അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദുരൈ സെന്തിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു. ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ. എന്നാൽ ഐ ടെൽ യു വൈ. ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ ഞാൻ சொல்றது പുരിയില്ല നമുക്ക്. ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക, എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫ്രം ദെയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ഈ പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ്. ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക, ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ്, ഇത്രയും വലിയൊരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനെ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറി വെരി വെരി സാറി. മലയാളം അറിയില്ല, ഇഷ്ടമല്ല. இங்கிலீஷும் கொஞ்சம் இல்லை. ஸோ ஃபாஸ்ட் ட்ரெயின் போடுற மாதிரி டாக்கிங் ஃபுல் ஃபாஸ்ட்டு. ஸோ நான் கேட்ச் பண்ண ட்ரை பண்ண முடியலை ஃபாஸ்ட்டு. ஆமாம், ஓகே. நீங்கள் ஓகே, நான் இப்போ தான் மீட்டிங் பண்ணிடுறேன். ஓகே. இந்த கதை ஃபஸ்ட்டு ஓன் ஸ்டோரி தான். ஓன் ஸ்டோரியை விட தமிழ் ஃபேமிலி, ஸோ எல்லாத்துலேயுமே இருக்கிற கரண்ட்டில் இருக்கிற ஒரு ஸ்டோரி தான் இது. ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இருக்குது. ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு 1.5 years நான் இந்த ஸ்டோரி பண்ணேன். என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க. மை ஹீரோ நான் அப்படி தான் சொல்வேன் எனக்கு. ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி, அவார்டு மூவி கொட்டுக்காளி பார்த்துருப்பீங்க. ஸோ இந்த 3 படமே வேறு ஜேனலில் இருக்கும். ஸோ இப்போ நெக்ஸ்ட் மூவி பண்ணுறப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன். பட் எனக்கு அதர் சைடு நிறைய ஸ்கிரிப்ட் வந்துச்சு. பட் எனக்கு நான் எதிர்பார்க்குற மாதிரி கொஞ்சம் நல்லா இருந்துச்சு, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு. ஸோ இந்த டைரக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க. அவங்க ஸ்டோரி சொன்னாங்க. ஓகே, பட் நல்லா இருக்கு ஒரு ஸ்டோரி, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ப்ரொடியூசர் சொன்னார், ஆல்ரெடி சூரி சாட்டு ஒரு ஸ்டோரி இருக்குது, ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க. நான் ஸ்டோரி சொன்னேன். அவர் பிரசாந்த் டேரக்டர் ரொம்ப பிடிச்சி போச்சு. என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது. கொஞ்சம் மை ஃபேமிலியில் கொஞ்சம் எமோஷனலான சில விஷயங்கள் இதில் இருக்குது. அப்போ நான் ஸ்டோரி சொன்னோன்னே டைரக்டர் சொன்னார், அண்ணன் தேங்க்யூ, இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை, நிறைய எல்லார் ഫാമിലിയിലും ഇത് இருக்குது, ഇത് ரொம்ப நல்லா இருக்கும். കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് കഥ എഴുതിയത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയുന്നതുകൊണ്ടും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇതൊരു നല്ല ഗംഭീരമായ ഒരു കുടുംബചിത്രമായിരിക്കും. പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും, ഈ യൂത്തും ചെറുപ്പക്കാരും എല്ലാവരും, ഫാമിലീസും ഉൾപ്പെടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സിനിമ അങ്ങനെ തന്നെയായിരിക്കും. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് പേര് പണ്ട് ചെയ്ത തമാശ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യുമോ, അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരാവശ്യമില്ലല്ലോ. ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് ലൈഫിൽ ഒരു നായകൻ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ട് സാർ എന്നെ ഒരു പടം ഒരിക്കലും എന്താ ബോട്ട് മണ്ടാടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സൂര്യ എന്നൊരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും കാണും. ஐ திங்க் சார் யூ ஷுட் பி டூயிங் மோர் டிஃப்ரெண்ட் அந்த பழைய சூரிய அங்கே இருந்தார், ரொம்ப பிடிக்கும் எனக்கு. நான் எதிர்பார்க்குறேன் நீங்கள் என்ன யுவர் கான்ட்ரிபியூஷன் டு சினிமா வில் பி மச் கிரேட்டர். ஸோ பழைய சூரிய அங்கே தான் இருக்கட்டும் இன் அவர் ஹார்ட்ஸ். பட் புதுசாக சூரிய எப்படி இருக்கும் அதுதான் நான் எதிர்பார்க்குறேன். ஸோ வித் மாமன் ஐ எம் 200% ஷுவர்
இது உங்களோட கரியரில் மிகப்பெரிய ஒரு ஹிட்டாக இருக்கும். அண்ட் வரப்போகிற மூவிஸ்க்கும் எல்லாத்துக்கும் ஐ திங்க் நான் ஆஸ் அ ஃபேன் அண்ட் ஆஸ் அ தம்பி நான் ரொம்ப എതിർപ്പാക്കുന്നത്. സോ ഡെഫിനറ്റായി എൻ്റെ സൈഡിൽ ചിന്ന എങ്കിൽ പ്രൊമോഷൻ ഐ വിൽ കീപ് ഷെയറിംഗ് പോസ്റ്റേഴ്സ്. അങ്ങനെ ഗാട്ട് ഹൗസിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛൻ അമ്മ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമേ ഉള്ളപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. അപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിൽ നിന്നാണ് ഫ്രണ്ട് അഭിനയിക്കാൻ, ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ള സോ ഒരു ട്രെയിലർ കിട്ടിയ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JP സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻ കുട്ടിയാണ് ഭയങ്കര. സാറിൻ്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല. கண்டிப்பாக அது அந்த மாமாவுக்கும் அந்த பையனுக்கும், ஸோ பிரதர் அண்ட் சிஸ்டர் பையன் மாமன், ஸோ இந்த பாண்டிங் வந்து அது படத்தில் ரொம்ப ரொம்ப இதாக இருக்கும். என் லைஃப்பில் எனக்கு ரியலாகவும் அந்த மாதிரி இருந்திருக்கு. என்னோட அம்மா மை மதர், என்னோட மாமா. ஸோ என்னோட அம்மா கூட 5 கேர்ள்ஸ், ஒரு ஜென்ஸு, ஸோ 6 பேர். அதில் இந்த 5 கேர்ள்ஸ் என் மாமா ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங். 25 இயர்ஸ் பேசலை. 20 வயசு யாருமே பேசலை. எங்கள் வீட்டில் எனி ஃபங்க்ஷன்ஸ், நாங்கள் சின்ன பசங்க, இந்த பையன் மாதிரி தான் இருப்பேன் நான் சேம். ஆனால் நாங்கள் ஒவ்வொரு டைமும் நம்ம ஃபங்க்ஷன் அங்கே தமிழ் வந்து எனி ஃபங்க்ஷனுக்கும் ஃபர்ஸ்ட் இம்பார்ட்டன்ஸ் வந்து மாமா, அவங்களுக்கு தான் முக்கியத்துவம் கொடுப்பாங்க, அவங்களுக்கு தான். ஸோ எல்லாத்துலேயும் பார்க்குறோம் மாமா வரமாட்டார். ஒய் கேட்டால் இல்லை ஒன்றும் இல்லை வரமாட்டார். ஸோ இங்கேருந்து நாங்கள் ரொம்ப பெரிய பையன் வரைக்கும் ஆகிட்டோம். அப்பவும் வரமாட்டார். என்னன்னு கேட்டால் ரீசன் சொல்லவே மாட்டாங்க. போடா இல்லை சின்ன பசங்க தெரியாது அப்படின்றாங்க. 25 இயர்ஸ்க்கு அப்புறம் எங்கள் மாமாவும் எங்கள் அம்மாவும் ஒரு இடத்துல மீட் பண்ணாங்க. அவங்களால பேசவே முடியலை. ஒரு 5 மினிட்ஸ் பேசவே முடியல அவங்களால. ஸோ அதுக்கப்புறம் தான் மீட் பண்ணாங்க. இதெல்லாம் தான் எனக்கு ரொம்ப கஷ்டமாக இருந்துச்சு. இது ஸோ இந்த மாதிரி நிறையா விஷயங்கள் இதுக்குள்ளே இருக்குது. ஒரு ஹஸ்பண்ட் ஒரு மனைவிக்குள்ளே, ஒரு ஒய்ஃப் அவங்களுக்குள்ளே இருக்க ஒரு சின்ன சின்ன விஷயங்கள், சிஸ்டர் பிரதருக்குள்ளே ஒரு சின்ன சின்ன விஷயங்கள். இல்லை அந்த மாமன் பையன் மட்டும் இல்லை, நீங்கள் அந்த இடத்துல அந்த பையனை எடுத்துகிட்டு யார் வேணாலும் வைக்கலாம். 2 பிரதர்ஸ் வைக்கலாம், அம்மா அப்பாவை வைக்கலாம், யார் வேணாலும் வச்சு பார்க்கலாம். லைஃப்பில் ஒரு சின்ன சின்ன இணக்கங்கள் ஸோ அந்த மாதிரி ஒரு சின்ன சின்ன விஷயங்களில் மிஸ் அண்டர்ஸ்டாண்டிங் லைஃப்பில் யாருமே கூட பிறந்தன்னு சொல்லுவீங்களே, உடன்பிறப்பு யாரும் பேசுறதே இல்லை. சின்ன ப்ராப்ளம் தான். 10 years 50 யாரும் பேசுறதே இல்லை. ஸோ லைஃப்பில் 2 லைன்ஸ் ரொம்ப வேல்யூவான லைன்ஸ். ஒன்று மன்னிச்சிடுங்க, ஒன்று மன்னிப்பு, இன்னொன்று நன்றி. ஸோ
அதான் ரொம்ப வேல்யூவான வேர்ட்ஸ். ஒன்று சாரி, இன்னொன்று தேங்க்ஸ். சாரி என்னை மன்னிச்சு அப்படின்னு சொல்லி இம்மிடியட்டாக சால்வ் ஆகிடும். அப்போ எதுக்கு அந்த வேர்ட்ஸை யூஸ் பண்ணுறதுக்கு நம்ம தயங்கணும்? ஒரே ஒரு வார்த்தை தானே, ஒரு வார்த்தை, என்னை மன்னிச்சுற, என் மை மிஸ்டேக், சாரி, ஓகே. யோசிச்சு பார்த்தா எதுக்கு 25 இயர்ஸ் மாமா பேசலை, ஏன் அம்மா 25 இயர்ஸ் பேசவே இல்லை, இப்போ 2 பேருமே சாரி சாரி. இப்போ டோட்டல் ஃபேமிலி இருக்குது. இந்த மாதிரி இதுக்குள்ளே நிறைய ரியல் லைஃப்பில் கனெக்டிங் ஃபுல் ஜாலியாக இருக்கும். பட் எமோஷன் நிறையா இருக்கும். கண்டிப்பாக இந்த மூவி ஃபினிஷிங்காக வெளியில் வந்தால் 100% மனைவி இல்லை, மனைவியை ரொம்ப ரெஸ்பெக்ட் பண்ணுவோம் எல்லாருமே. ஐயோ அப்படின்ட்டு சப்போஸ் ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங் இருந்தால் கூட மனைவிக்கு ஒய்ஃபுக்கு உடனே கால் பண்ணி சாரி, என் மேல் தான் மிஸ்டேக், என்ன மன்னிச்சிரு அப்படின்னு சொல்லுவான். அக்கா பிரதருக்கு ஃபோன் பண்ணுவாங்க, இல்லை பிரதர் அக்காவுக்கு ஃபோன் பண்ணுவாங்க. ஸோ இது எல்லா லைஃப்லையுமே இது நடக்கலாம். ஸோ அதுதான் இந்த കഥ. ஸோ அதை தான் ഇത് அப்படியே ഇത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തും. അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ ഒരു കോ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം. പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു എന്താ ഒരു പാഠമാണ്. നമുക്ക് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാറിൻ്റെ ലൈഫ് തന്നെ. അപ്പം അത് വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ. സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. JP സാറ്, രാജ്കിരൺ സാറ്. സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഐഷു ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ, ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കും ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. എങ്ങനെ ആയിരിക്കും ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ. അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്കായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ. അപ്പം ഹാപ്പിയാണ്.